ഗൈസ്, ഇന്നൊരു സൺഡേ വ്ലോഗാണ്. വീടിന് ചുറ്റിക്കൊന്ന് കറങ്ങിയാലോ? ഇതാരാ മാവിന് ചുറ്റും കറങ്ങണേ? കുക്കുമ്പറൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇന്നത്തെ സലാഡ് കുക്കുമ്പറായിരിക്കും. വേറെ ഒന്നും പ്രതീക്ഷിക്കേ വേണ്ട. ഇത് നമ്മുടെ പുതിയ കൂട്ടുകാരിയാണ്, നല്ല പാവം ഒരു പശുക്കുട്ടി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ വീട്ടിൽ ഏറ്റവും കുരുത്തം കെട്ട ഒരു ഗ്യാങ്. കുരുത്തക്കേടെന്നൊന്നും പറഞ്ഞാൽ പോരാ, അൺലിമിറ്റഡ് കുരുത്തക്കേടാണ് ഗൈസ്. പറഞ്ഞാൽ കേൾക്കാത്ത സാധനം. പിന്നെ ഇത് നമ്മുടെ പാവം ചക്കൂട്ടന്മാരാണ്. കൂണൊക്കെ റെഡി നിന്ന് ആടുന്നുണ്ട്, തോരനാവാനുള്ള സമയത്തുണ്ട്. മീനൊക്കെ നല്ല പെർഫെക്റ്റ് ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. ഫ്ലാഷും ഫ്രൂട്ടൊന്നും പഴുത്തിട്ടില്ല, എല്ലാം മച്ചായിട്ടാണ് കഴിക്കുക, എന്താണെന്നറിയില്ല. പിന്നെ ഈ വീട്ടിലെ പോരാളി ഇത്ര നേരം കണ്ടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പാവയ്ക്കൊക്കെ റെഡി ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇനി കവറിട്ട് സെറ്റാക്കിയിട്ട് വേണം അടുത്ത ദിവസം തോരനാക്കാൻ. അതിനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ പോരാളി നടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ കുതിരയാട്. കുതിരയാടെന്ന് വെച്ചാൽ മനസ്സിലായില്ലല്ലേ? കുതിരയുടെ സ്വഭാവം ആടിന്റെ രൂപമാണ് ഇതിനുള്ളത്. ഒരു സമയത്തും ഈ 4 കാലം ഉറപ്പിച്ചവർ നിൽക്കാറില്ല. അങ്ങനെയാണ്, എന്താണെന്നറിയില്ല, അങ്ങനെയാണ്. പിന്നെ ഇവർക്ക് നമ്മൾ കുറച്ച് ബഹുമാനം കൊടുക്കണം. അനിമൽസും ബേർഡ്സും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ തിരിച്ചും തരത്തില്ല. പിന്നെ അവിടുത്തെ പൂങ്കോഴികൾക്ക് സ്നേഹം കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ കയറി കൊത്തിക്കളയും. പിന്നെ കിളിയാണ് നമുക്ക് വോയിസ് ഓവർ തരുന്നത്. സോറി, കിളിയല്ല, ഇവിടുത്തെ കോഴിയാണ് ഗൈസ്. മുട്ടയൊക്കെ പതുക്കെ പറക്കെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അമ്മ എടുത്ത് ചെല്ലുന്ന അവിടെ അതൊക്കെ പൊട്ടിപ്പോകും. സൂക്ഷിക്കുന്നുണ്ട്, നമ്മളെല്ലാം എടുത്തത് മുട്ട പതുക്കെ പതുക്കെ ഇട്ടിക്കണം. പിന്നെ നമുക്ക് വോയിസ് ഓവർ മാത്രമല്ല, ഈ കിളിയുള്ള കോഴി നമുക്ക് മുട്ടയും തരുന്നുണ്ട്. അതും നമ്മൾ പതുക്കെ എടുക്കാവുള്ളൂ, തൊട്ടാൽ പൊട്ടുക മുട്ടയൊക്കെ, അത്രേ ഉള്ളൂ. സോ കെയർഫുൾ ആയിട്ട് ഇതൊക്കെ ചെയ്യാം. പിന്നെ ഇവരെ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, സമയം കിട്ടുമ്പോൾ കയറി കുത്തിക്കളയും. സൂക്ഷിച്ചും കണ്ട് നടക്കണം. പിന്നെ ഇവർ നമ്മുടെ പാവങ്ങളാണ്, സ്നേഹം മാത്രമേ അവർക്കുള്ളൂ. ഓറഞ്ച് ഇത് പഴുത്തിട്ടില്ല, പഴുക്കാൻ വേണ്ടി കാത്തിരിക്കാം. നോക്കിയേ വേണ്ട, ഒന്നുമില്ല, ഒരു ബട്ടർഫ്ലൈ പറന്നു പോയതാ. പിന്നെ കുറച്ച് നേരം പച്ചപ്പും ഹരിതാപകതയും നോക്കി നടക്കണം. ഹരിതാപകതയോ എന്തെങ്കിലും ആട്ടെ. കുറേ നേരം ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും കുറച്ച് നേരം പച്ചപ്പ് കണ്ട് നടക്കണം എന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കറങ്ങി നടക്കും.